മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിൽ രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുന്നു. മലപ്പുറത്തിനും മുസ്ലിം ന്യൂനപക്ഷത്തിനുമെതിരെയുള്ള പരാമർശങ്ങൾ എന്ന കടുത്ത വിമർശനമാണ് പ്രതിപക്ഷവും വിവിധ മുസ്ലിം സംഘടനകളും ഉയർത്തുന്നത്. അവസരവാദ രാഷ്ട്രീയത്തിന്റെ അവസാന വാക്ക് എന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെ മുഖം രക്ഷിക്കാനും സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താനും എന്ന രൂക്ഷ വിമർശനമാണ് സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ ഉയർത്തിയത്. ഇത്തരമൊരു പ്രസ്താവന വന്നു എന്നത് വളരെ ഖേദകരവും അതിലുപരി അത്ഭുതാവഹവുമാണ്. എന്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് മലപ്പുറം ജില്ലയിലെ ഈ ഹവാല പണം അല്ലെങ്കിൽ ഗോൾഡ് ഉപയോഗിച്ചത് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ? ഈ ഒരൊറ്റ പ്രസ്താവനയിലൂടെ മുഖ്യമന്ത്രി ചെയ്തത്, ഒന്ന്, മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കുക, അതാ ഗവൺമെന്റിന്റെ മുഖം രക്ഷിക്കുക; രണ്ട്, പോലീസിന്റെ മുഖം രക്ഷിക്കുക. പോലീസ് ചെയ്ത ചില പ്രവർത്തനങ്ങളെ കുറിച്ചാണല്ലോ ഇവിടെ ചർച്ചയുണ്ടായത്. മൂന്നാമത്തേത്, സംഘപരിവാറിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുക. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ പ്രവർത്തനം മലപ്പുറം ജില്ലയെ പൂർണ്ണമായി അപമാനിക്കുക. ഒരു MLA, സിറ്റിംഗ് MLA, അതും ഭരണകക്ഷി MLA പ്രതികരിച്ചപ്പോൾ അതിൽ വർഗീയത കാണുക, അതിൽ വിഭാഗീയത കാണുക, ഈ പ്രവണത നമ്മുടെ കേരളത്തിന് ചേർന്നതല്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളെ പ്രതിരോധിച്ച് CPIM നേതാക്കൾ രംഗത്ത് വന്നു. മലപ്പുറം എല്ലാവരുടെയും മലപ്പുറമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശരി, മലപ്പുറം എല്ലാവരുടെയും മലപ്പുറമാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ പിന്തുണയ്ക്കാൻ CPI തയ്യാറായില്ല. പരാമർശത്തിൽ വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണെന്ന് മന്ത്രി കെ രാജൻ. മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ക്ലാരിഫിക്കേഷൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി, മുഖ്യമന്ത്രി തന്നെ പറയും. മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ പറയേണ്ട ആളുകൾ നമ്മളല്ല. ഏതു സാഹചര്യത്തിൽ, ഏത് വിഷയത്തിൽ പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷമേ പറയേണ്ടതുള്ളൂ. ഇപ്പോൾ അത് പറയേണ്ടതില്ല. മുഖ്യമന്ത്രി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചാൽ മതി. മുഖ്യമന്ത്രി നാട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് കോടിയേരി സഖാവിൻ്റെ ഓർമ്മ ദിനമല്ലേ? മുഖ്യമന്ത്രി നാട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ചോദിക്കാതിരിക്കുന്നത്. നഷ്ടമായ ഹിന്ദു വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമെന്ന് BJP വിലയിരുത്തൽ. വിവാദ അഭിമുഖത്തിൽ പ്രതികരണം കരുതലോടെ മതിയെന്നാണ് നേതാക്കളുടെ നിർദ്ദേശം. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറും S ശ്രീകാന്തും ചേരുന്നു. ആദ്യം S ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, ഈ BJP നേതൃത്വം ഈ മലപ്പുറം പരാമർശത്തെ എങ്ങനെയാണ് കാണുന്നത്? വേണു, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ BJPയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഈ കോർ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖം അത് ചർച്ചയ്ക്ക് വരികയും ചെയ്തു. ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ തന്നെ പ്രകാശ് ജാവദേക്കർ, K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇത് മുഖ്യമന്ത്രിയുടെ ഒരു തന്ത്രമായി മാത്രം കണ്ടാൽ മതി. മലയാള പത്രങ്ങളെ ഒഴിവാക്കി ഇംഗ്ലീഷ് ദിനപത്രത്തിന് ഇത് നൽകുക വഴി മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത് പല കാര്യങ്ങളാണ്. അതിലൊന്ന്, ഈ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കുക, അടിസ്ഥാന ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം മുഖ്യമന്ത്രിക്കുണ്ട് എന്നാണ് BJPയുടെ വിലയിരുത്തൽ. മാത്രമല്ല, CPMന്റെ നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കാൻ നിലവിൽ BJP തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിൽ കരുതലോടെ മതി പ്രതികരണം എന്നാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആവേശം പൂണ്ടുള്ള പ്രതികരണം വേണ്ട. നേരത്തെ മുതൽ BJP പറയുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. അതിലൊന്നും തന്നെ ആ ഘട്ടത്തിൽ പ്രതികരിക്കാതെ BJP ഒറ്റപ്പെടുത്തി ആക്രമിച്ച ശേഷം ഇപ്പോൾ നടത്തുന്ന ഈ പ്രതികരണങ്ങളിൽ ആത്മാർത്ഥതയില്ലെന്നും അത് രാഷ്ട്രീയ നീക്കമായുമാണ് BJP വിലയിരുത്തുന്നത്. അൻവറിനെ കടന്നാക്രമിക്കാൻ നിൽക്കാതെ ഇത്തരം ആക്ഷേപങ്ങൾ വരുമ്പോൾ അത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെ തിരിച്ചുവിടുക എന്ന തന്ത്രം പയറ്റാനാണ് BJPയുടെ തീരുമാനം. അതിനാൽ തന്നെ അൻവറിനെതിരെ ശക്തമായ ഒരു ആക്രമണത്തിന് BJP മുതിർന്നേക്കില്ല എന്നുള്ള വിലയിരുത്തലും വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക് ഈ സ്വർണ്ണക്കടത്തൊക്കെയായി ബന്ധപ്പെട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്. നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിലവിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് BJP നിശ്ചയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 4-നാണ് സെക്രട്ടേറിയറ്റ് മാർച്ച്. ജില്ലാ കേന്ദ്രങ്ങളിലും അന്നേ ദിവസം ഈ മാർച്ചുകൾ നടക്കും എന്ന് BJP വ്യക്തമാക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ആക്ഷേപത്തെ, ആരോപണത്തെ BJP അത് ഉൾക്കൊള്ളുന്നുണ്ട്, അത് ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ പ്രതികരണം കരുതലോടെയായിരിക്കും. അത് ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് BJP നേതൃത്വം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ശരി, S ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ് റാവുത്തറും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, ഈ മലപ്പുറം ജില്ലയ്ക്ക് ദേശവിരുദ്ധ ബന്ധം എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മലപ്പുറത്ത് SDPIക്ക് ഒരു ക്ഷാമവുമില്ല എന്ന് ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. ഈ രാഷ്ട്രീയ പ്രതികരണങ്ങളിലൂടെ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത്?
പി വി അൻവറിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന ഈ പ്രദേശം ഈ പരാമർശം അതിൽ ഏറ്റവും പ്രധാനം സ്വർണ്ണക്കടത്ത് വഴി മലപ്പുറത്തെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം അതിലിങ്ങനെ വിവാദം കനക്കുമ്പോൾ ഇന്ന് മന്ത്രി കെ രാജന്റെ ഉൾപ്പെടെ പ്രതികരണം വന്നിരുന്നു. CPI ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയോട് അല്ലെങ്കിൽ ആ പ്രതികരണത്തോട് മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിക്കുന്നില്ല, അതിൽ വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ള നിലപാട് പറഞ്ഞ് CPI അക്കാര്യത്തിൽ കൈയൊഴിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്വാഭാവികമായും അത് മുന്നണിക്കും വരുന്ന തെരഞ്ഞെടുപ്പുകളടക്കം ഏതെങ്കിലും തരത്തിൽ ഇടതു മുന്നണിക്ക് ആകെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള ഒരു മുൻധാരണ അത് അല്ലെങ്കിൽ ഒരു മുൻകൂട്ടി കാണാനുള്ള ഒരു ഇത് അത് CPI ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട്. അതേസമയം CPM ആകട്ടെ ഇക്കാര്യത്തിൽ ഈ പരാമർശം അത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്, അത് ആ രീതിയിലല്ല എന്നുള്ള വാദമുയർത്തിയതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇന്ന് MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശം നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ പരാമർശം വളച്ചൊടിച്ചതാണെന്നും മലപ്പുറം എല്ലാവരുടെയും മലപ്പുറം എന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇന്ന് MP രാജേഷിന്റെ പ്രതികരണവും മുഖ്യമന്ത്രി പറഞ്ഞത് മലപ്പുറത്തെ കുറിച്ചല്ലെന്നും കള്ളക്കടത്തിനെയാണ് എതിർത്തതെന്നും MP രാജേഷ് പറയുന്നു. തിരക്കഥ എന്താണെന്ന് വ്യക്തമായെന്നും PV അൻവറിനെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്തുകൊണ്ട് MP രാജേഷും നിലപാടെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അപവാദ പ്രചാരണം നടക്കുന്നുണ്ട് CPM നേതാവ് S രാമചന്ദ്രൻ പിള്ളയും പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞ പരാമർശത്തിൽ CPM ആ വിധത്തിൽ പ്രതിരോധം ഉയർത്തുമ്പോൾ അത് കോൺഗ്രസ് ആകട്ടെ അക്കാര്യത്തിൽ അത് ഉപയോഗിക്കുന്നുമുണ്ട്. മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസും മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വേണു ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.